ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺസ്റ്റാൻസ് എന്ന എഴുത്തുകാരിയുടെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവകഥ നമുക്ക് കേൾക്കാം. അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സ്വന്തം വീട്ടിൽ തുറന്നു കിടന്ന ഒരു ജനാലയ്ക്ക് പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു. അവളുടെ മാതാവും ഒരു കൂട്ടുകാരിയും തമ്മിൽ മുറിക്കുള്ളിൽ ജനാലയ്ക്കരികിലിരുന്ന് സംഭാഷണം നടത്തുകയായിരുന്നു. കൂട്ടുകാരി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല പരാജയങ്ങളും പ്രമാദങ്ങളും അവളുടെ അമ്മയോട് തുറന്നു പറഞ്ഞ് ആശ്വാസം തേടുകയായിരുന്നു. ഈ ബാലിക പുറത്തിരുന്ന് ഈ സംഭാഷണം ശ്രദ്ധിക്കുന്ന കാര്യം ഈ സ്ത്രീകൾ അറിഞ്ഞില്ല. സംഭാഷണമൊക്കെ അവസാനിപ്പിച്ച് പോകുവാൻ എഴുന്നേറ്റപ്പോഴാണ് പുറത്തിരുന്ന ഈ കുട്ടി ഇതൊക്കെ കേട്ട കാര്യം രണ്ടുപേരും അറിഞ്ഞത്. കൂട്ടുകാരി ജാള്യതയോടെ അവിടെ നിന്നും പോയി. അപ്പോൾ ആ മാതാവ് മകളെ വിളിച്ച് പറഞ്ഞു, മോളെ, എൻ്റെ കൂട്ടുകാരി തൻ്റെ പേഴ്സ് ഇവിടെ വെച്ചിട്ട് പോയാൽ നീ അതെടുത്ത് മറ്റു വല്ലവർക്കും കൊടുക്കുമോ? മകൾ പറഞ്ഞു, ഒരിക്കലുമില്ല. അപ്പോൾ എന്നാൽ അവളുടെ പേഴ്സിനേക്കാൾ വിലപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ അവൾ വെച്ചിട്ട് പോയത്. അവർ പറഞ്ഞ കാര്യങ്ങൾ മറ്റു പലർക്കും വേദന ഉണ്ടാക്കുന്നതും അസഹ്യപ്പെടുത്തുന്നതൊക്കെയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. കാരണം അതിപ്പോഴും അവരുടേതാണ്, നമ്മുടേതല്ല. അവരുടെ മനസ്സിൻ്റെ ഭാരം തീർക്കാൻ ഇവിടെ വന്ന് ഇറക്കി വെച്ചെന്നേ ഉള്ളൂ. നിനക്കിത് മനസ്സിലായോ എന്നമ്മ ചോദിച്ചു. മനസ്സിലായി എന്ന് ആ ബാലിക പറഞ്ഞു. ഈ മാതാവിൻ്റെ വാക്കുകൾ ആ ബാലികയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവളുടെ പിൽക്കാല ജീവിതത്തിൽ അത് വഴിവിളക്കായി പരിണമിച്ചുവെന്ന് കോൺസ്റ്റാൻസ് താൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരാൾ തൻ്റെ രഹസ്യം നമ്മളോട് പറയുന്നത് ആശ്വാസമോ ഉപദേശമോ തേടിക്കൊണ്ടായിരിക്കും. അവരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് അവർക്ക് ആശ്വാസവുമായിരിക്കും. എന്നാൽ അവരിൽ നിന്ന് നമ്മൾ അറിഞ്ഞ വസ്തുത മറ്റുള്ളവരോട് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മുടെ മുമ്പിൽ അവർ ഹൃദയം തുറക്കില്ല. അതുകൊണ്ട് ആരെ പറ്റിയെങ്കിലും ദോഷ ആരോപണങ്ങൾ കേട്ടാലത് മറ്റാരോടും പറയാൻ ഒരുമ്പെടുകയില്ലെന്ന് നാം ഹൃദയത്തിൽ പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ വിശ്വാസ്യത സംശയിക്കപ്പെടാതെയും ചോദ്യം ചെയ്യപ്പെടാതെയും മറ്റുള്ളവർ അംഗീകരിക്കപ്പെടണമെങ്കിൽ അന്യരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള കഴിവ് നേടിയേ മതിയാവൂ. ജ്ഞാനിയായ സലോമൻ പറയുന്നു, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കുമെന്ന്. ഇതെത്ര വാസ്തവമാണ്! മൗനം വിദ്വാൻഭൂഷണമെന്ന ചൊല്ലും ഇവിടെ പ്രസക്തമാണ്. ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും നല്ലതല്ലാത്തത് ഒന്നും പറയാതിരിക്കുക എന്നുള്ള ഉപദേശം പ്രാവർത്തികമാക്കിയാൽ മാത്രമേ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കോൺസ്റ്റാൻസ് തൻ്റെ മാതാവിൽ നിന്ന് പഠിച്ച പാഠം നമുക്ക് മാതൃകയും പ്രചോദനമാക്കുവാൻ ദൈവം നമ്മെ പക്വതയുള്ളവരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.